കാശി, ഞാനെങ്കിൽ അമ്മയെ കൂട്ടിയിട്ട് വരാം. നീ കമലാമ്മയെ കൂട്ടി നേരിട്ട് ഇങ്ങോട്ടല്ലേ വരുന്നേ? അതേടാ. എങ്കിൽ ശരി, നീ പോയിട്ട് വാ. എന്താ കാശിയേട്ടാ, എന്താ പറയാനുണ്ടെന്ന് പറഞ്ഞേ? ഞാൻ ദുബായിലൊരു ജോലിയുടെ കാര്യം പറഞ്ഞില്ലായിരുന്നോ? അത് ശരിയായി. ഈ മാസം തന്നെ ജോയിൻ ചെയ്യണം. എനിക്കുടനെ പോകണം. ഉടനെയോ? അപ്പൊ ഏട്ടൻ പോവുകയാണോ? എന്നായാലും പോവേണ്ടതല്ലേ. പിന്നെ പോകും മുന്നേ ഞാൻ അച്ഛനോട് കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. എതിർത്ത് പറയില്ലാന്നാ എൻ്റെ വിശ്വാസം. ഇന്ദു, 1 വർഷമൊക്കെ കണ്ണടച്ച് തുറക്കും മുന്നേ കഴിയും. പിന്നെ ആദ്യ ലീവിന് വന്നാലുടനെ തന്നെ നമ്മുടെ വിവാഹം. ഞാൻ ശബരിയോട് കാര്യങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട്. ഇനി കമലാമ്മയോടും കണ്ട് കാര്യം പറയണം. അമ്മ ഇന്ദുവിന്റെ അടുത്തേക്ക് ചെല്ല്. ഞാൻ കാശിയെ കണ്ടിട്ട് വരാം. നല്ല തിരക്കുണ്ട്, നീ വേഗം വരണം. ആ, വരാം അമ്മേ. മോളെ, അമ്മ എത്തിയതേയുള്ളോ? ഏട്ടൻ എവിടെ? അവനിപ്പോ എത്തും. കാശിയെ കണ്ടിട്ട് വരാന്ന് പറഞ്ഞു പോയതാ. അയ്യോ, ഇനി ഏട്ടൻ എപ്പോ എത്തും? ഏട്ടന്റെ കയ്യിലാ വഴിപാടിനുള്ള പൈസ. ഞാനിത് വാങ്ങിയിട്ട് വരാം. എങ്കിൽ അവനെയും കൂടെ കൂട്ടിയിട്ട് വാ, ഒരുമിച്ച് തൊഴാം. ആ ശരി അമ്മ. ഇന്ദു, ഇതെവിടേക്കാ? അത് ഏട്ടനെ അന്വേഷിച്ച് വന്നതാ. മനുവേട്ടൻ കണ്ടോ എന്റെ ഏട്ടനെ? ആ, അത് ശബരി ആ ഊട്ടുപുരയുടെ അടുത്തുള്ള പഴയ കെട്ടിടത്തിലേക്ക് പോകുന്നത് കണ്ടു. ഏ, അവിടേക്കോ? അവിടേക്ക് എന്തിനാ പോയത്? ആ, അതെനിക്കറിയില്ല. അങ്ങോട്ട് പോകുന്നതാ കണ്ടത്. കൂടെ കാശിയും ഉണ്ടായിരുന്നു. ആ ശരി. എന്റെ ഈശ്വര, ഒട്ടും വെളിച്ചം പോലും ഇല്ലാത്ത ഇവിടേക്ക് ഇവര് രണ്ടാളും എന്തിനാ വന്നത്? ഇവിടെ കണ്ടിട്ട് തന്നെ പേടിയാകുന്നു. എന്താ ഒരു ശബ്ദം? ഇനി അകത്തുണ്ടാകുമോ? ഏട്ടാ, കാശിയേട്ടാ. നീയൊക്കെ എന്നെ അങ്ങ് ഉണ്ടാക്കാന്ന് വിചാരിച്ചോ? എണീറ്റ് പോടാ. അമ്മേ. ആ, നീ വന്നോ? ഇന്ദു എവിടെ? ഇന്ദു അമ്മയുടെ കൂടെ അല്ലായിരുന്നോ? എന്റെ അടുത്ത് ഉണ്ടായിരുന്നു. വഴിപാടിനുള്ള പൈസ വാങ്ങാൻ നിന്നെ തേടി വന്നിരുന്നു. നീ കണ്ടില്ലേ? ഇല്ല, ഞാൻ കണ്ടില്ല. അയ്യോ മോനെ, ഈ തിരക്കില് പെട്ട് മോൾ എവിടെയെങ്കിലും നിൽക്കുമായിരിക്കും. നീ ഒന്ന് പോയി കൂട്ടിയിട്ട് വാ. ആ ശരി അമ്മേ. കമലാമ്മേ, ഇന്ദു എവിടെ? കാശിയേട്ടനെയും കാണുന്നില്ല. ശബരി ഇന്ദുവിനെ കൂട്ടാൻ പോയതാ, ഇപ്പൊ എത്തും. ആ, മോളെ ഇന്ദു.
കാശി, ശബരി, തിരുമേനി. കണ്ടില്ലേ, ഞാൻ പറഞ്ഞപ്പോ ആരും വിശ്വസിച്ചില്ലല്ലോ. ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായില്ലേ? എന്താടാ, അവള് ജീവനോടെ ഉണ്ടോ അതോ നിന്റെ ആവശ്യം കഴിഞ്ഞപ്പോ നീ അവളെ കൊന്നോ? ഡാ മോനെ, അമ്മ, ഇന്ദു. ഞങ്ങളെല്ലാം കണ്ടുപിടിക്കുമെന്ന് മനസ്സിലായപ്പോഴാ ഇവൻ ഞങ്ങളെ തല്ലിച്ചതച്ചത്. നീ എത്ര ശ്രമിച്ചാലും സത്യം മൂടിവെക്കാൻ കഴിയില്ല ശബരി. അവന്റെ ഒരു പെങ്ങൾ സ്നേഹം. ഇല്ല, ഞാനൊന്നും ചെയ്തിട്ടില്ല. എന്റെ മോള്, ഞാനൊന്നും ചെയ്തിട്ടില്ല. മതിയാക്ക് ശബരി. ഞങ്ങള് നാട്ടുകാരെ ഇത്രയും നാളും പറ്റിച്ചത് മതി. അതെങ്ങനെയാ ചേട്ടാ? സ്വന്തം കൂടപ്പിറപ്പല്ലല്ലോ. എവിടെയോ കിടന്ന ഒരു പെണ്ണിനെ അമ്മയും മോനും എടുത്ത് വളർത്തി. ഈ കാലത്ത് സ്വന്തം അമ്മയും പെങ്ങളെയും തിരിച്ചറിയാത്തവന്മാരാ. അപ്പൊ പിന്നെ ഇതാണോ വലിയ കാര്യം? എന്തായാലും ഭഗവാന്റെ മുന്നിൽ വെച്ച് വേണ്ടിയിരുന്നില്ല. ഡാ, നീ കൂടുതൽ അഭിനയിക്കാൻ നിൽക്കണ്ട. ഇവളെയും കൊണ്ട് പോവാൻ നോക്ക്. കുറച്ച് ജീവനെങ്കിലും ഉണ്ടെങ്കിൽ രക്ഷപ്പെടട്ടെ. അല്ലെങ്കിൽ ഇവളിവിടെ കിടന്ന് ചത്താ നാണക്കേട് ഞങ്ങൾക്കാ. മോനെ വേണ്ട, നമുക്ക് ഇവിടെ നിന്ന് പോവാം. വാ വാ ശബരി. എടോ, നമ്മളിന്ന് കണ്ടില്ലായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു? അതും ക്ഷേത്രത്തിന്റെ അകത്ത്. എത്ര നാളായി തുടങ്ങിയിട്ടെന്ന് ആർക്കറിയാം? നല്ലവനായി അഭിനയിച്ച് നമ്മളെയെല്ലാം പറ്റിക്കുമായിരുന്നു. ആട്ടുംതോലിട്ട ചെന്നായ. കുട്ടിയുടെ അവസ്ഥയെപ്പറ്റി പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. കൃത്യസമയത്ത് തന്നെ എത്തിച്ചത് വളരെ നന്നായി. ശരീരത്തിൽ സാരമായ മുറിവുണ്ട്. കൃത്യമായി മരുന്ന് കഴിച്ചാൽ കുറയാവുന്നതേ ഉള്ളൂ. പക്ഷെ മെന്റൽ ഹെൽത്ത് അത് ചുറ്റുമുള്ളവരുടെ കെയർ പോലെ ഇരിക്കും. ആളുടെ സ്വഭാവങ്ങൾക്കും മനോഭാവത്തിനും നല്ല മാറ്റം ഉണ്ടാകും. പഴയതുപോലെ റിക്കവർ ആവാൻ നല്ല സമയം വേണ്ടിവരും. ആളെ നന്നായി ശ്രദ്ധിക്കണം. ഡോക്ടർ, ഞങ്ങൾക്ക് മോളെ കാണാൻ പറ്റില്ലേ? തീർച്ചയായും. പക്ഷേ ഇപ്പോൾ ഒരാൾക്ക് മാത്രമേ കാണാൻ കഴിയൂ. പിന്നെ കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ച് ആളെ ബുദ്ധിമുട്ടിക്കരുത്. ഞാൻ പറയുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ. പിന്നെ ഇതൊരു റേപ്പ് കേസാണ്. ഇത് പോലീസിൽ അറിയിക്കരുതെന്ന് നിങ്ങൾ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഇത് റിപ്പോർട്ട് ചെയ്യാഞ്ഞത്. നാളെ ഇതിന്റെ പേരിൽ ഒരു പ്രശ്നം വന്നാൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം നിങ്ങൾക്കായിരിക്കും. മനസ്സിലായില്ലേ? ശരി ഡോക്ടർ. മോളുടെ പേരെന്താ? അച്ഛനും അമ്മ എവിടെ? പോയി, ദൂരെ പോയി. അമ്മ നല്ല വാവ, നമുക്ക് കൊണ്ടുപോകാം ഈ വാവേ. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. നമുക്ക് കൊണ്ടുപോകാം അമ്മ. ഇനി മുതല് ഇത് മോളുടെ കൂടി വീടാ. അപ്പൊ നമ്മൾ ഇനി ഇവിടാണോ താമസിക്കാൻ പോകുന്നേ? ദേ വാവേ, ഏട്ടാന്ന് വിളിച്ചേ. ഏട്ടാ. ഏട്ടൻ കൊണ്ടാക്കിയാലേ ഞാൻ ഇനി സ്കൂളിൽ പോകൂ, അല്ലെങ്കിൽ ഞാൻ ഇനി പോവില്ല. അതിനെന്താ, ഏട്ടൻ കൊണ്ടാക്കാലോ എന്റെ മോളെ. മോളെ, ഏട്ടാ, എന്റെ ദേഹമൊക്കെ ആകെ വേദനിക്കുന്നു. എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഏട്ടാ. മോളെ, അമ്മ എന്നെ ഒന്ന് കൊന്നു തരൂ. എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഒന്നുമില്ലടാ, ഏട്ടന്റെ കുട്ടിക്ക് ഒന്നുമില്ല. ഏട്ടന്റെ കുട്ടിക്ക് വേഗം സുഖമാകും. ശബരി, ഞാൻ കാര്യങ്ങളൊക്കെ വൈകി അറിഞ്ഞത്. ഇന്ദുവിനിപ്പോ എങ്ങനെയുണ്ട്? ചത്തിട്ടില്ല മാഷേ. ഞാനെല്ലാം അറിഞ്ഞു. എന്റെ മകന് വേണ്ടി ഞാൻ നിങ്ങളോട് മാപ്പ് ചോദിക്കുന്നു. ഈ പണം നിങ്ങൾക്ക് എടുക്കാം.
ഇനി എത്ര വേണമെങ്കിലും ഞാൻ തരാം. എന്റെ മകൻ കാരണമാ ഇന്ദുവിന് ഈ അവസ്ഥ വന്നത്. അതിലെനിക്ക് വളരെ ദുഃഖമുണ്ട്. പക്ഷേ ഇതിന്റെ പേരിൽ നാളെ ഒരു പ്രശ്നം ഉണ്ടാകരുത്. ഈ ഒരു കാര്യം ആരും അറിയരുത്. ഇത്രയും നാൾ ബഹുമാനം കൊണ്ട് നോക്കിയ നാട്ടുകാര് നാളെ ഞങ്ങളെ വെറുക്കും, പരിഹസിക്കും. എന്റെ മക്കളുടെ ഭാവി നശിക്കും. ഇന്ദുവിന്റെ ട്രീറ്റ്മെന്റിന് വേണ്ടി എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തു തരാം. നിങ്ങളുടെ മക്കളുടെ ഭാവി. അപ്പോ എന്റെ ഇന്ദുവിനോ? അതിനൊരു വിലയില്ലേ മാഷേ? എനിക്ക് മനസ്സിലാകും നിങ്ങളുടെ അവസ്ഥ. എത്ര ക്ഷമ ചോദിച്ചാലും നഷ്ടപ്പെട്ടതൊന്നും തിരികെ കിട്ടില്ലെന്ന് എനിക്കറിയാം. ഞാനൊരു അച്ഛനല്ലേ ശബരി. നാട്ടിൽ പേര് കേട്ട് ഏഴില്ലം കുടുംബത്തിലെ വസുദേവ മാഷിന്റെ മകനെ പറ്റി നാടറിഞ്ഞാൽ നാളെ എന്താ ഉണ്ടാകാൻ പോകുന്നതെന്ന് ഞാൻ പറഞ്ഞു തരണ്ടല്ലോ. ഞാൻ നിങ്ങളുടെ കാല് പിടിക്കാം. നിങ്ങൾക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ഞാൻ ചെയ്തു തരാം. ആവശ്യപ്പെടുന്ന പണം എത്ര വേണമെങ്കിലും ഞാൻ തരാം. ദയവ് ചെയ്ത് ഇതാരും അറിയരുത്. നിങ്ങളൊരു മനുഷ്യനാണോ? എന്റെ കുഞ്ഞിന് വിലയിടാൻ വന്നിരിക്കുന്നു. നിങ്ങളുടെ മകൻ ചെയ്ത തെറ്റിന് ഈ പണം ഒന്നും പോരെ മാഷേ. എന്റെ കുഞ്ഞിന്റെ ജീവിതമാ അവൻ നശിപ്പിച്ചത്. അല്പമെങ്കിലും മനസാക്ഷി ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങളിങ്ങനെ പറയില്ലായിരുന്നു. അന്തസ്സും അഭിമാനവും നിങ്ങൾക്ക് മാത്രമല്ല മാഷേ, പാവങ്ങളായ ഞങ്ങൾക്കും ഉണ്ട്. മക്കളുടെ കാര്യത്തിൽ നിങ്ങൾ കാണിക്കുന്ന അതേ സ്വാർത്ഥത എനിക്കെന്റെ പെങ്ങളോടുണ്ട്. ഒരാവശ്യത്തിനും നിങ്ങളുടെ മുൻപിൽ ഞാനോ എന്റെ പെങ്ങളോ കൈനീട്ടില്ല. ഇത് ശബരിയ പറയുന്നത്. എനിക്ക് വലുത് നീയാ ഇന്ദു. ആരെന്തൊക്കെ പറഞ്ഞാലും ഈ നാട്ടിൽ നമ്മൾ ജീവിക്കും പഴയതുപോലെ തന്നെ. ശബരി, ഞാൻ കേട്ടതെല്ലാം വെറും നുണയാണെന്ന് എനിക്കറിയാം. നീയാണെന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കില്ല. പിന്നെ ആരാ ശബരി? കാശിയേട്ടാ, ഇന്ദു, ഞാൻ പോലും നിന്നെ ഇതുവരെ തൊട്ടിട്ടില്ല. പിന്നെ ആരാ? നിന്റെ നാവിൽ നിന്ന് തന്നെ എനിക്കത് കേൾക്കണം. പറയിന്ദു. കാശി, അത് നീ? ശബരിയേട്ടാ, വേണ്ട. ആരെയും പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല. കാശിയേട്ടൻ ഇപ്പൊ ഇവിടെ നിന്ന് പോ. എനിക്കൊന്നും സംസാരിക്കാനില്ല. അതെന്താ നിനക്കൊന്നും പറയാനില്ലാത്തത്? എന്താ ശബരി നിനക്കൊന്നും പറയാനില്ലാത്തത്? അപ്പോ എല്ലാം നിങ്ങൾ അറിഞ്ഞുകൊണ്ടാണോ? കാശി, നീ ഇപ്പൊ പോ. നമുക്ക് പിന്നെ സംസാരിക്കാം. ഞാൻ പൊക്കോളാം. പക്ഷേ ഞാനെല്ലാം വിശ്വസിച്ചെന്ന് നീ കരുതണ്ട. ഇന്ദു, എന്തിനാ മോളെ നീ തടഞ്ഞത്? എല്ലാം കാശിയോട് പറയായിരുന്നില്ലേ? ഞാനാണോ ഏട്ടാ എല്ലാം പറയേണ്ടത്? ഒന്നും ഓർമ്മയില്ലാത്ത ഒരാളെ ഞാൻ എന്ത് പറഞ്ഞ ഏട്ടാ ബോധ്യപ്പെടുത്തേണ്ടത്? കാശിയേട്ടനൊന്നും ഓർമ്മയില്ല. ഒരു മൃഗത്തെ പോലെ എന്നെ കടിച്ചു കീറിയിട്ടും കാശിയേട്ടനൊന്നും ഓർമ്മയില്ലെങ്കിൽ ഞാൻ എന്ത് പറഞ്ഞ ഏട്ടാ ബോധ്യപ്പെടുത്തേണ്ടത്? പറഞ്ഞാലും വിശ്വസിക്കുമെന്ന് ഏട്ടന് തോന്നുന്നുണ്ടോ? ഡോക്ടർ, കുറച്ച് ദിവസമായിട്ട് നന്നായി ആഹാരം കഴിക്കുന്നില്ല. അതിൻ്റെ ഒപ്പം നല്ല ക്ഷീണവും ഉണ്ട്. ഇന്ന് പെട്ടെന്നാ തല ചുറ്റി വീണത്. ഏയ്, പേടിക്കാനൊന്നുമില്ല. വിവാഹം കഴിഞ്ഞ ഓരോ പെൺകുട്ടികൾക്കും ഉണ്ടാകുന്ന അതേ കാര്യം തന്നെയാ. ഇന്ദു പ്രഗ്നന്റ് ആണ്. കുട്ടിയുടെ ഹസ്ബൻഡ് കൂടെ വന്നിട്ടുണ്ടോ? അത് ഇല്ല. എങ്കിൽ ചെക്കപ്പിന് പോകുമ്പോൾ ഹസ്ബൻഡ് എന്തായാലും ഉണ്ടായിരിക്കണം. പിന്നെ ഇന്ദുവിനെ നല്ലതുപോലെ ശ്രദ്ധിക്കണം കേട്ടോ. ശരി ഡോക്ടർ. മോളെ. ഏട്ടാ, എനിക്ക് എൻ്റെ കുഞ്ഞിനെ വേണം.
എനിക്കെന്റെ കുഞ്ഞിനെ വേണം ഏട്ടാ. അമ്മ, ഇനി എനിക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. ഇതവന്റെ കുഞ്ഞാ. ഇനി എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല. അവനെല്ലാം അറിയണം. അതെ മോനെ, ഇതെത്ര നാളിങ്ങനെ മറച്ചു വെക്കും? എല്ലാം കാശി അറിയണം മോനെ. ഇനി വരുന്നിടത്ത് വെച്ചെല്ലാം കാണാം. കാശി, ഹാ, എന്താ ശബരി? ഒരു സന്തോഷ വാർത്തയുണ്ടായിട്ട് ഒരു സ്വീറ്റ്സ് പോലും കൊണ്ടുവരാതെ വെറും കൈയോടെയാണോ വന്നത്? അത് മോശമായിപ്പോയി. കാശി, അവൾക്ക് വയറ്റിലുണ്ടല്ലേ? എനിക്ക് എന്നേക്കാൾ വിശ്വാസമായിരുന്നു അവളെ. എല്ലാവരും ചതിച്ചെന്ന് പറയുമ്പോഴും ഞാൻ വിശ്വസിച്ചില്ല. അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു. അവൾക്ക് വയറ്റിലുണ്ടെന്ന് അറിയും വരെ. ആദ്യം നീ പോയി അവളോട് ചോദിക്ക്, ഇത് നിന്റെ തന്നെയാണോ അതോ ഏതെങ്കിലും തെരുവ് നായുടെയാണോന്ന്. അതെ, നീ പറഞ്ഞത് ശരിയാ. അതൊരു തെരുവ് നായുടെയാ. തെറ്റെന്റെ ഭാഗത്താ. ആരുടെയും മുന്നിൽ തല കുനിക്കില്ല എന്നുള്ള എന്റെ വാശി എല്ലാത്തിനും കാരണം. ഈ പറഞ്ഞതിനൊക്കെ നീ അനുഭവിക്കും. നീ ഇപ്പോ കണ്ണടച്ച് വിശ്വസിക്കുന്നവരെയും നിന്നെ പറഞ്ഞ് മയക്കിയവരെയും നീ തിരിച്ചറിയും. അന്ന് നീ കരയും കാശി. ശബരിയേട്ടാ, എനിക്ക് സഹിക്കാൻ പറ്റണില്ല. ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നില്ല. എനിക്കറിയാം മറ്റെന്തോ ഉണ്ട്. എന്നോട് പറ ഏട്ടാ. എല്ലാം എല്ലാം കള്ളാണെന്ന് പറ. നെഞ്ച് പൊട്ടി പോവുക. അപ്പൊ ഈ നാട്ടുകാർ പറയുന്നത് നിനക്ക് വിശ്വാസമില്ലേ? അവര് പറയുന്നത് കേട്ടില്ലേ? ഇന്ദുവിന് വയറ്റിലുണ്ടെന്ന്. ഞാൻ തന്നെയാണെന്നാ അവര് പറയുന്നത്. ഞാനും അത് തിരുത്താൻ പോയില്ല. ഇനി ഇതിൽ കൂടുതൽ എന്ത് വേണം വിശ്വസിക്കാൻ? ഇതിനെപ്പറ്റി കൂടുതൽ സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല. എന്റെ പെങ്ങളുടെ ജീവിതത്തെക്കാൾ നിന്റെ ഏട്ടന്റെയും ഭാവിയാ വലുത്. അത് നശിപ്പിക്കാതെ നോക്ക്. അമ്മ, അമ്മയ്ക്ക് ഉവ്വാവ് കുറഞ്ഞോ? കുറഞ്ഞല്ലോ. കമ്പനി പേടിച്ചു പോയി. അതാരാ അമ്മ വന്നത്? അത് അച്ഛന്റെ ഒരു ഫ്രണ്ടാ. നമുക്കെങ്കിൽ വീട്ടിൽ പോയാലോ? പോവാ അച്ഛാ. എന്തു ഇറങ്ങാം? പോകാ ഏട്ടാ. അമ്മ, അച്ഛൻ എവിടെ? അച്ഛൻ മുകളിലുണ്ട്. ആ പിന്നെ ചന്തു വന്നിട്ടുണ്ട്. വന്നപ്പോ നിന്നെ തിരക്കിയിരുന്നു. ആ, ഞാൻ കണ്ടോളാം. എടാ, നീ പറയുന്നത് ശരിയാ. പക്ഷേ ഒരാളെ കൊല്ലണമെന്നൊക്കെ പറഞ്ഞാ എന്ത് നിസ്സാരമായിട്ടാ നീ പറയുന്നത്? ഞാൻ പറയുന്നതിൽ എന്താ തെറ്റ്? അല്ലെങ്കിൽ അമ്മാവനൊന്ന് ചിന്തിച്ചു നോക്ക്. ഇന്ദുവിനെ ശബരിയെ പറ്റി ഒരു ടെൻഷൻ വേണ്ട. പിന്നെ മുൻപിലുള്ളൊരു വെല്ലുവിളി ആ കൊച്ചാ. ഇന്നല്ലെങ്കിൽ നാളെ ഏത് സമയത്തും അവകാശം പറഞ്ഞ് കയറി വരില്ല എന്ന് ആര് കണ്ടു? എടാ, എന്തൊക്കെ പറഞ്ഞാലും അതെന്റെ മകന്റെ ചോരയല്ലേ? അതുകൊണ്ട് തന്നെയാ അതിനെ അങ്ങ് കൊന്നു കളയാൻ പറഞ്ഞത്. നാളെ കാശിയുടെ വിവാഹം കഴിഞ്ഞാൽ അവർക്ക് വേറൊരു കൊച്ചുണ്ടാകും. അതിൻ്റെ ഇടയിൽ ഈ കൊച്ച് കയറി വരില്ല എന്ന് ആര് കണ്ടു? പിന്നെ അത് കാശിയുടെ ചോരയാണെന്നും അന്ന് ആ രാത്രിയിൽ ബോധമില്ലാതെ ഇന്ദുവിനെ പീഡിപ്പിച്ചത് കാശിയാണെന്നും ഇന്ദുവിനും ശബരിക്കുമല്ലാതെ നമുക്ക് രണ്ടാൾക്കും മാത്രമേ അറിയൂ. അത് നാളെ നാട്ടുകാരും കൂടി അറിയണം. അതുകൊണ്ടാ പറഞ്ഞത് അതിനെ അങ്ങ് കൊന്നു കളയണമെന്ന്. എൻ്റെ കുഞ്ഞോ? ഞാൻ ഇന്ദുവിനെ? അമ്മാവനൊന്ന് കണ്ണടച്ച് തന്നാ മതി. ബാക്കി എല്ലാ കാര്യങ്ങളും ഞാൻ ഏറ്റു. ആരും അറിയാതെ തീർത്ത് കളയാൻ ഞാൻ. ശബരി, ഞാൻ എത്ര നേരം വിളിച്ചു എന്നറിയാമോ? ഇന്ദുവിനെ വിളിച്ചു. രണ്ടാളും കോൾ എടുക്കുന്നില്ല. എന്താ ടീച്ചറെ?
ഞാനും മോളും ശബരിയെ കാത്തിവിടെ നിൽക്കുകയായിരുന്നു. അകത്ത് നിന്ന് ഫോൺ റിങ് ചെയ്തു. കോൾ എടുത്ത് തിരിച്ചു വന്നപ്പോ മോളെ കാണുന്നില്ല. എന്താ, മോളെ കാണുന്നില്ലെന്നോ? ഞാൻ മോളെ ഇവിടെ എല്ലാം അന്വേഷിച്ചു. നിങ്ങളെ രണ്ടാളെ മാറി മാറി വിളിച്ചു. ഞാൻ പോലീസിനെ അറിയിച്ചിട്ടുണ്ട്. ഈശ്വര, എന്റെ മോള്. ഹാ ശബരി, ഇത്ര വേഗം എത്തിയോ? ഞാൻ നിനക്ക് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. എന്റെ മോൾ എവിടെ? ഹാ, ഒന്ന് കൂളാകു ശബരി. കുറച്ചു നേരം കാണാതിരുന്നപ്പോ ടെൻഷനായോ? നിനക്ക് എന്താ വേണ്ടേ? നീ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ? എന്റെ മോൾക്ക് എന്തെങ്കിലും സംഭവിച്ചാ ഞാൻ നിന്നെ വെറുതെ വിടില്ല. ഹാ, അത്രയ്ക്കും വളർന്നോ ശബരിനാഥൻ? എങ്കിലതൊന്ന് അറിയണമല്ലോ. കാശി വേണ്ട, എന്റെ മോളെ വെറുതെ വിട്. നീ ചെയ്യുന്നതിനെല്ലാം നീ പശ്ചാത്തപിക്കും. ഈശ്വരൻ പോലും നിന്നോട് പൊറുക്കില്ല. എന്റെ മോളെ എനിക്ക് വേദനിപ്പിക്കാൻ കഴിയുമോ ശബരി? കൺമണി എന്റെ മോളാ, അല്ലേ ശബരി? കാശി, നീ ഇവന്റെ വെറും കളിപ്പാവകളായിരുന്നു നമ്മളെല്ലാവരും. എന്റെ ജീവിതം തന്നെ തകർത്തത് ഇവനാ. എല്ലാ സത്യങ്ങളും ഇവൻ പറയും. എനിക്ക് നീയും കാശിയും തമ്മിലുള്ള സൗഹൃദം ഇഷ്ടമല്ലായിരുന്നു. 7 തെന്നേക്കാളും സ്ഥാനം ഉണ്ടായിരുന്നു നിനക്ക്. അതുകൊണ്ട് എനിക്ക് നിന്നോട് ദേഷ്യമായിരുന്നു. ഞാൻ എന്ത് ചെയ്താലും നീ അത് കാശിയെ അറിയിക്കുന്നത് എനിക്ക് ദേഷ്യമായിരുന്നു. ആ വാശിയില് ഞാൻ അവനെ ആരും കാണാതെ വേണം പണിയാൻ, പ്രത്യേകിച്ച് കാശി. അവനറിഞ്ഞാൽ എന്താ ഉണ്ടാകാൻ പോകുന്നതെന്ന് പറയാൻ പറ്റില്ല. ആരും ഒന്നും അറിയില്ല. ചെറുപ്പം മുതലേ പകയാ എനിക്ക് അവനോട്. അനന്തരവനായ എനിക്കില്ലാത്ത സ്ഥാനമാ 7 ശബരിക്ക്. എന്നേക്കാൾ വിലയാ കാശിക്ക് അവനോട്. ആ മോൻ ഒറ്റൊരുത്തൻ കാരണമാ. അത് ഞാൻ ഇന്ന് തീർത്ത് കൊടുക്കുന്നുണ്ട്. ഡാ ചന്തു, കുടിക്കുന്നതൊക്കെ കൊള്ളാം. അന്നത്തെ പോലെ എന്തെങ്കിലും ഒപ്പിച്ച് വെച്ചാലാ. ഹേയ് ഇല്ല കാശി, ഇത് വെറും ബിയറാ. നീ ഇരിക്ക്, 2 അടിച്ചിട്ട് പോകാം. ഹേയ് ഞാനില്ലടാ, കുടിച്ചെന്നറിഞ്ഞാ പിന്നെ വീട്ടിൽ കയറണ്ട. 2 അടിച്ചെന്ന് കരുതി ആരും ഒന്നും അറിയാൻ പോകുന്നില്ല. നീ ഇത് പിടിച്ചേ, എന്നിട്ട് ഒറ്റ വലി. നീയൊക്കെ എന്നെ വഴിയാധാരമാക്കും. കാശി, കാശി. സംഭവം ഏറ്റു. ഇനി ആരെങ്കിലും കാണും മുന്നേ ഇവനെ ആ പഴയ കെട്ടിടത്തിൽ വല്ലതും കൊണ്ട് കിടത്താം. ബോധം വരും മുന്നേ ശബരിയുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണം. നല്ല തിരക്കുണ്ട്, നീ വേഗം വരണം. ആ വരാം അമ്മേ. മനുവേട്ടൻ കണ്ടോ എന്റെ ഏട്ടനെ? അത് ശബരി ആ ഊട്ടുപുരയുടെ അടുത്തുള്ള പഴയ കെട്ടിടത്തിലേക്ക് പോകുന്നത് കണ്ടു. അവിടേക്കോ? അവിടേക്ക് എന്തിനാ പോയത്? അതെനിക്കറിയില്ല. അങ്ങോട്ട് പോകുന്നതാ കണ്ടത്. കൂടെ കാശിയും ഉണ്ടായിരുന്നു. ആ ശരി. എന്റെ ദൈവമേ, അവളെ അങ്ങോട്ട് പറഞ്ഞു വിട്ടത് പണിയാകുവോ? ഇനി അവള് കാശിയും കൊണ്ട് വന്ന എല്ലാം പൊളിയും. അവൻ എണീക്കാനുള്ള ബോധം പോലുമില്ല.
ഇനി അവൾ അവനെ താങ്ങിപ്പിടിച്ച് കൊണ്ടുവരുമോ? എന്തായാലും ഒന്ന് പോയി നോക്കാം. എന്റെ ദൈവമേ, എല്ലാം കൈവിട്ടു പോയല്ലോ. ഡാ ചന്തു, നീ ഒന്ന് വേഗം വന്നേ. നീ ഒന്ന് പോകുന്നുണ്ടോ? എന്റെ ദേഹമൊക്കെ വേദനിക്കുന്നു. ആ ശബരി എന്റെ കൈയൊടിച്ചെന്നാ തോന്നുന്നേ. എടാ ചന്തു, നീ ഒന്ന് വന്നേ. എന്താടാ മനു, നിനക്കെന്താ വയ്യേ? ഡാ, ആ ഇന്ദു ആ ശബരിയെ അന്വേഷിച്ചു വരുമായിരുന്നു. അവൾ ഇങ്ങോട്ട് വരാതിരിക്കാൻ പെട്ടെന്നൊരു കള്ളം തോന്നി ശബരിയും കാശിയും ആ പഴയ കെട്ടിടത്തിലുണ്ടെന്ന് പറഞ്ഞ് ഞാൻ അങ്ങോട്ട് വിട്ടു. ഇപ്പൊ ചെന്ന് നോക്കിയപ്പോ എന്താ? എടാ, നീ എന്താ ഈ പറയുന്നേ? അതേടാ, ഞാൻ ഇങ്ങനെയൊന്നും ഉണ്ടാകുമെന്ന് കരുതിയിട്ടല്ല. എനിക്ക് എന്ത് ചെയ്യണമെന്നറിയാതെ ആയിപ്പോയി. എടാ ചന്തു, ആരെങ്കിലുമൊക്കെ അറിഞ്ഞ ഈഴില്ലംകാർക്ക് പുല്ല് വിലയായിരിക്കും. നീയല്ലാതെ ഇത് മറ്റാരെങ്കിലും കണ്ടോ? ഇല്ല, ആരും അങ്ങോട്ട് വന്നിട്ടില്ല. അതെ ചേട്ടാ, നിങ്ങൾ ഈ കൊട്ടും മേളം കണ്ട് ഇവിടെ നിന്നോ? ഇവിടെ നടക്കുന്നത് വല്ലതും അറിയുന്നുണ്ടോ? എന്ത് നടക്കുന്ന കാര്യമാ? അതിപ്പോ എങ്ങനെയാ പറയുന്നത്? നിങ്ങൾക്ക് കണ്ടാ മനസ്സിലാകും. നിങ്ങൾ വന്നേ, വാ. എന്താ ചേട്ടാ കാര്യം? ആർക്കറിയാം, പോയി നോക്കാം. ശബരി, തിരുമേനി കണ്ടില്ലേ? ഞാൻ പറഞ്ഞപ്പോ ആരും വിശ്വസിച്ചില്ലല്ലോ. ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായില്ലേ? എന്താടാ, അവള് ജീവനോടെ ഉണ്ടോ അതോ നിന്റെ ആവശ്യം കഴിഞ്ഞപ്പോ നീ അവളെ കൊന്നോ? ഡാ മോനെ, അമ്മ, ഇന്ദു. എത്ര നാളായി തുടങ്ങിയിട്ടെന്ന് ആർക്കറിയാം? നല്ലവനായി അഭിനയിച്ച് നമ്മളെയെല്ലാം പറ്റിക്കുമായിരുന്നു. ആട്ടുംതോലിട്ട ചെന്നായ. ഡാ, അവൻ കാശിയുടെ പേര് പറഞ്ഞാലോ? നാട്ടുകാരകത്ത് കയറി നോക്കില്ലേ? ഹേയ്, അതില്ല. കയ്യോടെ പൊക്കിയ സ്ഥിതിക്ക് അവൻ എന്ത് പറഞ്ഞാലും ആരും വിശ്വസിക്കില്ല. പിന്നെ കാശിയുടെ പേര് അവൻ പറയില്ല. പറയാനുള്ള അവസരം കൊടുക്കരുത്. നീ കൂടുതൽ അഭിനയിക്കാൻ നിൽക്കണ്ട. ഇവളെ കൊണ്ട് പോവാൻ നോക്ക്. കുറച്ച് ജീവനെങ്കിലും ഉണ്ടെങ്കിൽ രക്ഷപ്പെടട്ടെ. അല്ലെങ്കിൽ ഇവളിവിടെ കിടന്ന് ചത്താ നാണക്കേട് ഞങ്ങൾക്കാ. മോനെ വേണ്ട, നമുക്ക് ഇവിടെ നിന്ന് പോവാം. വാ വാ ശബരി. ഡാ, കാശിയെ ആരും കാണാതെ ഏടില്ലത്തെത്തിക്കണം. മാമ എന്തെങ്കിലും ചോദിച്ചാ ഞാൻ പറഞ്ഞോളാം. ആ ശരിടാ. ഡാ മനു, ഇവിടെ കുഴപ്പങ്ങളൊന്നുമില്ല. ആർക്കും ഒരു സംശയമില്ല. പിന്നെ അമ്മാവൻ ഇവിടെ ഇല്ല. കാര്യങ്ങളൊക്കെ അറിഞ്ഞ് അമ്മു അമ്മായി ആകെ ഷോക്കാ. ബാക്കി ആളിക്കത്താനുള്ളത് ഞാൻ കൊടുത്തിട്ടുണ്ട്. കാശിക്ക് ഇതുവരെ ബോധം വന്നിട്ടില്ല. എണീക്കുമ്പോൾ ഒന്നും ഓർമ്മയുണ്ടാകരുതെന്ന എന്റെ പ്രാർത്ഥന. ഇനി ഉണ്ടേൽ തന്നെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് എനിക്കറിയാം. എന്തായാലും കാശി നല്ല പണിയാ കാണിച്ചത്. അവളുടെ ഈ അവസ്ഥയ്ക്ക് കാരണം കാശിയാണെന്ന് ശബരിക്കും ഇന്ദുവിനും പിന്നെ നമ്മൾക്ക് മാത്രമേ അറിയൂ. കാശിക്ക് പോലും ഓർമ്മയുണ്ടാകില്ല. കാശി ഇന്ദുവിനെ ഉപദ്രവിക്കുന്നത് നീ കണ്ടില്ലായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു അവസ്ഥ? ചന്തു, അമ്മാവനെപ്പോ എത്തി? ഞാൻ എന്തായി കേൾക്കുന്നേ? കാശി ഇന്ദുവിനെ? ഏയ്, അമ്മാവൻ എന്താ കേട്ടെ? ഞാൻ വേറെ ഒരു കാര്യം സംസാരിക്കുമായിരുന്നു. നീ സംസാരിച്ചതെല്ലാം ഞാൻ കേട്ടു. നീ പറഞ്ഞതിൽ എന്തെങ്കിലും സത്യമുണ്ടോ? കാശിയാണോ ഇന്ദുവിനെ? എന്റെ ദൈവമേ, ഇനി എന്ത് കള്ളം പറഞ്ഞാലും വിശ്വസിക്കില്ല. സംസാരിച്ചതെല്ലാം കേട്ടു. അതമ്മാവ, നമ്മുടെ കാശിക്കൊരു അബദ്ധം പറ്റിയതാ. മദ്യത്തിന്റെ പുറത്ത് അറിയാതെ സംഭവിച്ചതാ. അബദ്ധമോ? ഇതാണ് അബദ്ധം? അതമ്മാവ, ഞാൻ പറഞ്ഞില്ലേ, അതൊരു അബദ്ധം പറ്റിയതാ. നമ്മുടെ കാശി അങ്ങനെ ചെയ്യുമോ? അവനെ ആരോ കുടുക്കിയതാ. മനു കണ്ടതാ അവനെ അങ്ങോട്ട് ആരോ കൊണ്ടുപോകുന്നത്. ഇനി പറഞ്ഞിട്ട് എന്താ കാര്യം? അബദ്ധത്തിലാണെങ്കിലും എന്റെ മകൻ കാരണമല്ലേ ഒരു പെൺകുട്ടിയുടെ ജീവിതം നശിച്ചത്. അതിന്റെ അവസ്ഥ കണ്ടിട്ട് ജീവിക്കോ മരിക്കോ എന്ന് ദൈവത്തിനറിയാം. അറിയാതെ സംഭവിച്ചതാണെങ്കിലും ഇത് ആളിക്കത്തും മുന്നേ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. അമ്മാവൻ ഇതെവിടേക്കാ? എന്റെ മകൻ ചെയ്ത തെറ്റ് എനിക്ക് തിരുത്തണം. അവൻ ഇല്ലാണ്ടാക്കിയ ജീവിതം അവൻ തന്നെ കൊടുക്കട്ടെ. ഇതല്ലാതെ മറ്റൊരു പരിഹാരമില്ല. ഞാൻ ശബരിയെ കണ്ട് കാര്യം പറയാൻ പോവാ. എന്റെ ഈശ്വര, എല്ലാം വെള്ളത്തിലാകുമല്ലോ. ഇതുവരെ കൊണ്ടാക്കിയിട്ട് ഒറ്റ നിമിഷം കൊണ്ട് ഇല്ലാണ്ടാകും. എങ്കിൽ ഏടില്ലം തറവാട് ഒറ്റ ദിവസം കൊണ്ട് മണ്ണിനടിയിൽ താന്നു പോയതുപോലാകും. ഇത് നാട്ടുകാരറിഞ്ഞാൽ
ഇത്രയും നാളും കെട്ടിപ്പൊക്കിയ അന്തസ്സും അഭിമാനവും ഇല്ലാതാകും. എന്തെങ്കിലും നക്കാപ്പിച്ചു കൊടുത്താൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. 2 കെട്ട് നോട്ടെടുത്ത് കയ്യിൽ കൊടുത്താ നടന്നതെല്ലാം ഒരു സ്വപ്നം പോലെ അവള് മറന്നു കളയും. അതിനാണോ അമ്മാവൻ എടുത്തു ചാടുന്നത്? ഈ കാര്യത്തിൽ അതിബുദ്ധി കാണിച്ച തകരാൻ പോകുന്നത് അമ്മാവന്റെ മക്കളുടെ ഭാവിയാ. അല്ലെങ്കിലും അവറ്റകൾക്ക് ഈ തറവാടിന്റെ പടി ചവിട്ടാൻ പോലുമുള്ള അർഹതയില്ല. ഇത് 4 ആൾ അറിഞ്ഞാൽ കാശിയുടെ ഭാവി എന്താകുമെന്ന് അമ്മാവന് ചിന്തിക്കാൻ പോലും കഴിയില്ല. നാട്ടിലെ പൊതു ചർച്ച ഏഴില്ലം തറവാട്ടിലെ കാശിയെക്കുറിച്ചായിരിക്കും. പിന്നെ രേവതിക്ക് നല്ലൊരു കുടുംബത്തിൽ നിന്ന് ആലോചന വരുമോ? എന്തെങ്കിലും പണം കൊടുത്ത് ഒതുക്കി തീർക്കുന്നതാ നല്ലത്. അല്ലെങ്കിൽ ഈ നാട്ടിലൂടെ ഇനി ഏഴില്ലംകാർക്ക് തലയിൽ മുണ്ടിട്ട് നടക്കാം. അമ്മാവൻ രേവതിയെയും കാശിയെയും പറ്റി ചിന്തിക്ക്. അതിബുദ്ധി കാണിച്ച് എടുത്തു ചാടാൻ നിൽക്കണ്ട. അത് ദോഷം ചെയ്യുന്നത് അമ്മാവന്റെ മക്കൾക്ക് തന്നെയായിരിക്കും. നിന്റെ ആ കൂട്ടുകാരനില്ലേ ശബരി, അവനെ അവന്റെ ആ പെങ്ങളില്ലേ, ആ അനാഥ പെണ്ണ്, അവളെയും കൂടെ ഇന്നലെ അമ്പലത്തിന്റെ അകത്തുള്ള ആ പഴയ കെട്ടിടത്തിൽ നിന്ന് നാട്ടുകാർ പൊക്കി. എന്താ? അതേടാ, കേട്ടാൽ ആരെങ്കിലും വിശ്വസിക്കുവോ? അപ്പൊ കണ്ടു നിന്ന് ഞങ്ങളുടെ കാര്യവോ? പെങ്ങളാന്നും പറഞ്ഞ് കൂടെ നടന്നിട്ട് അവൻ അത് മുതലെടുത്തു. ഇപ്പൊ അവള് ഹോസ്പിറ്റലിലാ. ഞങ്ങള് കാണുമ്പോ അവളുടെ അവസ്ഥയൊന്ന് കാണേണ്ടതായിരുന്നു. ദൈവത്തിനറിയാം ഇനി ചത്തോ ജീവിക്കുവോന്ന്. ഡാ, നീ എന്താ ഈ പറയുന്നതെന്ന് നിനക്ക് ബോധമുണ്ടോ? ഹാ, നീ എന്നോട് ആക്രോശിക്കും മുന്നേ ഈ നാട്ടുകാരോട് ചോദിക്ക്. അല്ലെങ്കിൽ നീ അവന്റെ അടുത്തേക്ക് നേരിട്ട് ചെല്ല്. അപ്പൊ നിനക്ക് മനസ്സിലാകും. ഡാ കാശി, നീ അറിഞ്ഞോ? അവൾക്ക് വയറ്റിലുണ്ട്. നിനക്കല്ലായിരുന്നോ അവനെ അവളെ വിശ്വാസം? ഇപ്പൊ കണ്ടില്ലേ? നിന്നെ സ്നേഹിച്ചിട്ട് ഇത്രയും നാളും പറ്റിക്കുമായിരുന്നു ആ പിഴച്ചവള്. ഒരു കണക്കിന് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് നന്നായി. അല്ലെങ്കിൽ ഇതിന്റെ അപ്പുറം കാണേണ്ടി വന്നേനെ. ഇത്രയായിട്ടും ഇനിയും നീ അവളെ വിശ്വസിച്ച നീ വെറും മണ്ടന. നിന്നെ മനസ്സിലിട്ടുകൊണ്ട് നടന്നിട്ട് അവൾക്കിത് ചെയ്യാനുള്ള ധൈര്യം സമ്മതിക്കണം. നിന്റെ നിഴല് പോലെ കൂടെ നടന്നിട്ട് അവനും ചതിച്ചു. അന്ന് നാട്ടുകാര് കണ്ടതുകൊണ്ട് കണ്ടു. അല്ലെങ്കിൽ എന്താകുമായിരുന്നു? ആർക്കറിയാം ആ വീട്ടിൽ എന്തൊക്കെയാ സംഭവിക്കുന്നതെന്ന്. എന്തായാലും അവളെപ്പോലെ ഇത്രയും തരം താഴ്ന്ന ഒരുത്തി എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. നാട്ടുകാര് കണ്ടതുകൊണ്ട് അവളുടെ വയറ്റിലുള്ള കൊച്ചിന്റെ തന്ത അവനാണെന്ന് പറയുന്നു. ആർക്കറിയാം ഇതാരുടെയാണെന്ന്? ഇവൻ മാത്രമായിരിക്കില്ല, വേറെ പലരും കാണുമായിരിക്കും. പണ്ട് തൊട്ടേ അവളുടെ സ്വഭാവം അത്ര നല്ലതല്ല. ഹാ, കഴിഞ്ഞത് കഴിഞ്ഞു. നീ രക്ഷപ്പെട്ടെന്ന് വിചാരിച്ചാ മതി. നിന്നെ അവൾ അർഹിക്കുന്നില്ല, അത്ര തന്നെ. അങ്ങനെ കാശിയെ ഞാൻ നിനക്ക് നേരെ തിരിച്ചു. കാശിയെ തെറ്റിദ്ധരിപ്പിച്ചു. ഈ നാട്ടിൽ നിന്ന് മാറ്റി നിർത്തി. ഡാ, എന്റെ പെങ്ങളുടെ ജീവിതമാണ് നീ ഇല്ലാതാക്കിയത്. നിന്നെ ഞാൻ വെറുതെ വിടില്ല. വേണ്ട ശബരി, അവനെ കൊന്നിട്ട് ജയിലിൽ പോകാനുള്ള ഗതികേടൊന്നും നമുക്കില്ല. ഇവൻ ചെയ്തു കൂട്ടിയതിനു പുറമെ ഇവന്റെ ഡ്രഗ് ഡീലിങ്സ് പോലീസ് കണ്ടുപിടിച്ചിട്ടുണ്ട്. അവരിപ്പോ എത്തും ഇവനെ കൊണ്ടുപോകാൻ. ഇത്രയും ചെയ്തു കൂട്ടിയിട്ട് ഇവനെ നിയമത്തിന് മുന്നിൽ വിട്ടുകൊടുക്കണമെന്നാണോ നീ പറയുന്നത്? അത് ഞാൻ ഇവന് കൊടുക്കുന്ന ഔദാര്യവാ. ചെയ്തു കൂട്ടിയതിനെല്ലാം ഭൂമിയിൽ തന്നെ അനുഭവിച്ചിട്ടേ ഇവൻ ചാകൂ. കാശി, താങ്ക്സ് ഫോർ യുവർ ഇൻഫർമേഷൻ. ഈ നാട്ടിലെ 90% ഡ്രഗ്സുമായി ബന്ധപ്പെട്ട കേസിന് പിന്നിൽ ഇവൻ ഒറ്റൊരാളാണ്. ഇനി ഇവന്റെ ശല്യം ഈ നാട്ടിലുണ്ടാവില്ല. താങ്ക് യു സർ. കാശി, മോളകത്തുണ്ട്, ഞാൻ എടുത്തോണ്ട് വരാം. കാശി, ഡാ, നിന്നോട് ഞാൻ എത്ര വട്ടം ചോദിച്ചു, ഒരു വാക്കെങ്കിലും നിനക്ക് പറയാറുന്നില്ലേ? ഒന്നും അറിയാതെ ഞാൻ അവിടെ 4 കൊല്ലം ജീവിച്ചു. ഇപ്പോഴെങ്കിലും ഞാനിതൊന്നും അറിഞ്ഞില്ലായിരുന്നെങ്കിലോ? എന്ത് എക്സ്പ്ലനേഷനാ നീ എനിക്ക് തരാൻ പോകുന്നത്? കാശി, നീ മാത്രമല്ല, ഈ കഴിഞ്ഞ 4 വർഷം നീ ഇപ്പം അനുഭവിക്കുന്ന അതേ ഭാരം തന്നെയായിരുന്നു എനിക്കും. ഓരോ തവണയും ഞാൻ കേൾക്കേണ്ടി വന്ന പരിഹാസം, ഇന്ദുവിനെയും കുഞ്ഞിനെയും ഓരോ തവണ ഫേസ് ചെയ്യുമ്പോൾ എനിക്കുണ്ടാവുന്ന മാനസികാവസ്ഥ, അതാർക്കും പറഞ്ഞാൽ മനസ്സിലാകില്ല. ഈ കഴിഞ്ഞ 4 കൊല്ലം ഞാനൊന്നും മനസ്സമാധാനമായിട്ട് ഉറങ്ങിയിട്ടില്ല.
ഇതൊന്നും എന്നോട് പറയാതിരുന്നതിനുള്ള എക്സ്പ്ലനേഷൻ അല്ല ശബരി. ഇതിനുള്ള മറുപടി നിനക്ക് വേണമെങ്കിൽ ഏഴില്ലത്തെ കാർന്നോന്മാരോട് പോയി ചോദിക്കും. എന്റെ പെങ്ങളുടെ മാനത്തിന് വിലയിട്ടൊരാൾ വന്നിരുന്നു, ഏഴില്ലത്തെ വസുദേവൻ. വാശിയായിരുന്നു, എല്ലാവരുടെ മുന്നിൽ വീണ്ടും ജീവിക്കാനുള്ള വാശി. ഈ നാട്ടിൽ നിന്ന് ഒളിച്ചോടാതെ എന്നെ പിടിച്ചു നിർത്തിയത് അതേ വാശിയായിരുന്നു. പിന്നെ നിന്നോടെല്ലാം മറച്ചു വെക്കാൻ മറ്റൊരു കാരണം കൂടിയുണ്ട് ഇന്ദു. ബാക്കി നിന്റെ ചോദ്യങ്ങൾക്കെല്ലാം അവിടെയുണ്ട് ഉത്തരം. ശബരി, എൻ്റെ അച്ഛൻ എന്താ തെറ്റ് ചെയ്തതെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അതിനെങ്ങനെ ക്ഷമ ചോദിക്കണമെന്ന് എനിക്കറിയില്ല. ശബരി, എനിക്കൊന്നും അറിയില്ലായിരുന്നടാ. ഹേയ്, എന്താടാ? ഇപ്പോഴെങ്കിലും നീയെല്ലാം മനസ്സിലാക്കിയല്ലോ. പിന്നെ ഇന്ദുവിന്റെ ഭാഗം കൂടി നീ കേൾക്കണം. എങ്കിലും ഞാനൊന്നും മനസ്സിലാക്കാൻ പോലും ശ്രമിച്ചില്ല. ഇന്ദു ഓക്കെ ആകും വരെ കാത്തു നിൽക്കാനുള്ള മനസ്സ് പോലും ഞാൻ കാണിച്ചില്ല. ആ കാര്യത്തിൽ നീ ലക്കിയ. അമ്മു, എല്ലാവരും തള്ളിപ്പറഞ്ഞിട്ടും അവൾ നിന്നെ അവിശ്വസിച്ചില്ല. നീ തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ള പൂർണ്ണ ബോധ്യം അന്നും ഇന്നും അവൾക്കുണ്ട്. സത്യങ്ങളെല്ലാം ഞാൻ അവളെ അറിയിച്ചിട്ടുണ്ട്. അമ്മു നല്ല കുട്ടിയാ. എൻ്റെ നശിച്ച ജീവിതത്തിലേക്ക് അവളെ വലിച്ചിഴയ്ക്കാൻ എനിക്ക് കഴിയില്ലടാ. അവളെ ഞാൻ അർഹിക്കുന്നില്ല. അങ്ങനെയെങ്കിൽ അത് അമ്മു തന്നെ തീരുമാനിക്കട്ടെ. എന്തുവാ വിളിക്കുന്നത്? മോളെ ഇതുവരെ കാണാഞ്ഞിട്ടുള്ള ടെൻഷനില്ല. നമുക്കെങ്കിൽ പോയാലോ? ആ പിന്നെ ശബരി, ഞാൻ മോളെ എൻ്റെ വണ്ടിയിൽ കൊണ്ടുവന്നോട്ടെ? കാശി, നീ വരുന്നില്ലേ? ഇല്ലടാ, ഇപ്പം ഞാനൊരു സീൻ ക്രിയേറ്റ് ചെയ്യുന്നില്ല. എനിക്ക് ചെയ്തു തീർക്കാൻ കുറച്ച് കാര്യങ്ങളുണ്ട്. അത് കഴിയുമ്പോൾ ഞാൻ വരും. ഇല്ലടാ, അപ്പൊ ഇപ്പൊ വരുന്നില്ല. അപ്പൊ നാളെ വരാട്ടോ അമ്മയെ കാണാൻ. പ്രോമിസ്. എനിക്ക് കുറേ ചോക്ലേറ്റ് വേണം. ചോക്ലേറ്റ് മാത്രം മതിയോ? വേറെ ഒന്നും വേണ്ട? വേണം, കുറേ ടോയ്സ് വേണം. പിന്നെ കുറേ ചോക്ലേറ്റ് വേണം. അതിനെന്താ, അപ്പയുടെ മോൾക്ക് എന്ത് വേണമെങ്കിലും അപ്പ വാങ്ങിത്തരും. ഇതൊന്നും അമ്മയോട് പറയല്ലേ അപ്പേ, അമ്മ വഴക്ക് പറയും. ഇല്ലടാ, അപ്പ പറയില്ല. മോളും ഒന്നും അമ്മയോട് പറയരുത് കേട്ടോ? ഓക്കേ അപ്പേ. എടാ, അപ്പൊ നീ ഇന്ദുവിനോടൊന്നും സംസാരിക്കുന്നില്ലേ? ഇല്ലടാ, ഇപ്പൊ ഒന്നും വേണ്ട. നാളെ ഞാൻ നേരിട്ട് വന്ന് സംസാരിച്ചോളാം. ശബരി, നിനക്കെന്നെ വിശ്വസിക്കാം. ഇനി എന്തു വന്നാലും ഒരിക്കൽ കൂടി ഞാൻ അവളെ നഷ്ടപ്പെടുത്തില്ല. മോളെ, മോൾ എവിടെയായിരുന്നു? അമ്മ ആകെ പേടിച്ചു പോയി. മോൾ എവിടെ പോയതാ? ഞാൻ അപ്പയുടെ കൂടെ ആയിരുന്നു അമ്മേ. എന്താ അപ്പയോ? അതാരാ? ആ അപ്പ നാളെയും വരുമല്ലോ. എന്തൊക്കെയാ മോളെ ഈ പറയുന്നത്? ശബരേട്ട, മോൾ എന്തായി പറയുന്നേ? ആ, മോള് പറഞ്ഞില്ലേ നാളെ വരുമെന്ന്. അപ്പൊ അറിയാം. നീ കൂടുതൽ ചിന്തിച്ച് തലപൊക്കിക്കാതെ മോൾക്ക് ഭക്ഷണം കൂടി തുറക്കാൻ നോക്ക്. കാശി, നീ ഇത്രയ്ക്കും ദുഷ്ടനാണെന്ന് ഞാൻ കരുതിയില്ല. പോലീസ് കൊണ്ടുപോകാൻ മാത്രമുള്ള തെറ്റൊന്നും എന്റെ മകൻ ചെയ്തിട്ടില്ല. ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കുന്നതിന് പകരം നീ അവനെ ഒറ്റിക്കൊടുത്തു. അങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കാനുള്ള വെറും ചെറിയ തെറ്റല്ല അവൻ ചെയ്തത്. എന്റെ ജീവിതമാ അവൻ നശിപ്പിച്ചത്. കാശി, ആൺമക്കൾ സാധാരണ അവരുടെ അച്ഛനെ കണ്ടാ പഠിക്കുന്നത്. ഞാനും എൻ്റെ അച്ഛനെ കണ്ട് പഠിക്കുക. ഒരു മനുഷ്യൻ എങ്ങനെയൊക്കെ ആവാൻ പാടില്ല എന്നുള്ള പാഠം. കാശി, അമ്മ, കൺമണി, കൺമണി എന്റെ കുഞ്ഞ, എന്റെ മോൾ അമ്മ.
എല്ലാവരും കരുതിയതുപോലെ ഒന്നുമല്ല നടന്നത്. ഞാനാ ഇന്ദുവിനെ ഉപദ്രവിച്ചത്. അന്ന് ചന്തു തന്ന മദ്യത്തിൽ ഡ്രഗ്സ് ഉണ്ടായിരുന്നുവെന്ന് എനിക്കറിയില്ലായിരുന്നു. സ്വബോധമില്ലാതെ ഞാൻ ഇന്ദുവിനെ എനിക്കൊന്നും ഓർമ്മയില്ലായിരുന്നു. എന്റെ അവസ്ഥ മുതലെടുത്ത് ചന്തു എല്ലാം ശബരിക്ക് നേരെ തിരിച്ചു. എന്റെ ഉള്ളിൽ പകയുണ്ടാക്കി. എനിക്ക് ഇന്ദുവിനെ ഇഷ്ടമായിരുന്നു. പോകും മുന്നേ നിങ്ങളോട് എല്ലാ കാര്യങ്ങളും പറയാനിരുന്നതാ. അപ്പോഴാ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. ഇത്രയും കാലം സ്നേഹിച്ചിട്ടും ഞാൻ ഇന്ദുവിനെ അവിശ്വസിച്ചു. ശബരിയോട് പോലും എനിക്ക് ദേഷ്യമായിരുന്നു. ഇതെല്ലാം അറിഞ്ഞിട്ടും അച്ഛൻ എന്താ ചെയ്തതെന്ന് അമ്മയ്ക്കറിയാമോ? ഒരിക്കലും എന്റെ പേര് ഇന്ദുവോ ശബരിയോ പറയാതിരിക്കാൻ അഭിമാനം നഷ്ടപ്പെടുമെന്ന ഭയത്തിൽ പണം കൊടുത്തു. പക്ഷെ അതവര് വാങ്ങിയില്ല. അച്ഛനൊരു പെണ്ണിന്റെ മാനത്തിന് വെറും പേപ്പർ കൊണ്ട് വിലയിട്ടു. എന്നിട്ട് ഒന്നും സംഭവിക്കാത്തതുപോലെ എല്ലാവരുടെ മുന്നിൽ അഭിനയിച്ചു. ഇപ്പൊ മറ്റൊരു പെൺകുട്ടിയുമായി എന്റെ വിവാഹം ഉറപ്പിച്ചു. അച്ഛൻ മക്കളുടെ ഭാവി സേഫാക്കാൻ ശ്രമിച്ചപ്പോൾ ഇല്ലാതെ ആയതൊരു പെണ്ണിന്റെ ജീവിതമാ. ഞാൻ ശ്വേതയെ കണ്ട എല്ലാ കാര്യങ്ങളും സംസാരിച്ചു. ഇനി ആ അധ്യായം ഇല്ല. എന്റെ ഇന്ദുവിന്റെയും മോളുടെയും കൂടെ എനിക്കിനി ജീവിക്കണം. ആര് സമ്മതിച്ചില്ലെങ്കിലും എവിടേക്കെങ്കിലും പോയി സമാധാനത്തോടെ ഞങ്ങൾ ജീവിക്കും. കാശി, പോകേണ്ടത് അടുത്ത ആഴ്ചയല്ലേ? പോകാനുള്ള തയ്യാറെടുപ്പ് നോക്ക്. വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചിന്തിച്ച് സമയം കളയാതെ. അതച്ച എനിക്കിപ്പോ ജോയിൻ ചെയ്യാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. ഞാൻ അടുത്ത ചാൻസിൽ നോക്കാമെന്നാ കരുതുന്നേ. കൂടെ ഉണ്ടായിരുന്നവരൊക്കെ അവരുടെ കാര്യം നോക്കിപ്പോയി. ഇനി മുൻപോട്ടും അങ്ങനെ തന്നെ ആയിരിക്കും. നിനക്ക് നീ മാത്രമേ ഉണ്ടാകൂ കാശി. നിന്റെ ഭാവി നിശ്ചയിക്കേണ്ടത് നീയാ. നിന്റെ ഭാവിയെപ്പറ്റി ചിന്തിക്കേണ്ടതും നീയാ. ഇനി അടുത്ത ചാൻസിൽ ട്രൈ ചെയ്യാൻ നിൽക്കണ്ട. മുന്നേ നിശ്ചയിച്ചതുപോലെ തന്നെ അടുത്ത ആഴ്ച നീ പോയിരിക്കണം. അമ്മൂന് ചെന്നൈയിൽ ഒരു അഡ്മിഷൻ എടുത്തിട്ടുണ്ട്. രണ്ടാളും നിങ്ങളെക്കുറിച്ച് ചിന്തിക്കേ. മനസ്സിലായല്ലോ? അമ്മു, ഏട്ടാ, എനിക്ക് ശബരിയേട്ടനെ ഒരുപാട് ഇഷ്ടാ. എനിക്ക് ഏട്ടനില്ലാതെ എന്നെ കൊണ്ട് പറ്റില്ല. നമ്മളെ വേണ്ടാത്തവർക്ക് വേണ്ടി എന്തിനാ മോളെ? ഒന്നും സത്യമല്ല ഏട്ടാ, എല്ലാം വെറുതെ പറ്റിക്കാൻ പറയണതാ. വിശ്വസിച്ചേ പറ്റൂ അമ്മു. അത് ശബരി തന്നെയാ. പുറകെ നടക്കാൻ മാത്രമല്ല, തിരിഞ്ഞു നടക്കാനും പഠിക്കണം. നമ്മളെ സ്നേഹിക്കാൻ അച്ഛനും അമ്മയുണ്ട്. ചുറ്റും ഒരുപാട് പേരുണ്ട്. ആർക്കു വേണ്ടിയും നമ്മുടെ ജീവിതവും ഭാവിയും നശിപ്പിക്കരുത്. അച്ഛൻ പറഞ്ഞതാ ശരി. നമുക്കൊരു ജീവിതമുണ്ട്, ഭാവിയുണ്ട്. അതില്ലാതാക്കരുത്. മനസ്സൊന്ന് ശരിയാകും വരെ ഈ നാട്ടിൽ നിന്ന് മാറി നിൽക്കുന്നതാ നല്ലത്. കൺമണി, വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കരുത്. വന്ന് റെഡിയാക്. ഇല്ല, ഞാനിന്ന് അംഗൻവാടി പോണില്ല. ഞാനിന്ന് അപ്പയുടെ കൂടെയാ പോകൂ. എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കരുത്. കുറെ നേരമായി ഒരപ്പ. നിന്റെ താളത്തിന് നിൽക്കാൻ എന്നെ കിട്ടില്ല. മര്യാദയ്ക്ക് വന്ന് റെഡിയാക്. ഇല്ല, ഞാൻ പോണില്ല. ഹായ്, അപ്പ വന്നു. അപ്പയെ കാത്തിരിക്കുവായിരുന്നോ അപ്പയുടെ പൊന്ന്? ആ, അതെ അപ്പേ. അമ്മേ, അപ്പ വന്നു. കണ്ടോ, ഇതാ എന്റെ അപ്പ.
ഞാൻ പറഞ്ഞില്ലേ അപ്പ വരൂന്ന്. ദൈവമേ, ഈ സിറ്റുവേഷൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യും? ആ, ഞാൻ ഇപ്പോഴാ ഓർത്തത്. എനിക്ക് അത്യാവശ്യമായിട്ട് ഒരു സ്ഥലം വരെ പോകാനുണ്ട്. ഞാൻ ഇപ്പൊ വരാമേ. മോളെ വാ, നമുക്കൊരിടം വരെ പോയിട്ട് വരാം. ആ ശരി അച്ഛാ. ഇന്ദു, എനിക്കറിയാം എന്നോട് ദേഷ്യമാണെന്ന്. പ്ലീസ്, എനിക്ക് പറയാനുള്ളത് ഒന്ന് കേൾക്കണം. എനിക്കൊന്നും കേൾക്കാനില്ല. കാശിയേട്ടൻ ഇപ്പൊ ഇവിടുന്ന് പോ. പ്ലീസ് ഇന്ദു, എനിക്ക് നിന്നോട് സംസാരിച്ചേ പറ്റൂ. ഇത്രയും നാളില്ലാത്ത അന്വേഷണം ഇപ്പൊ വേണ്ട. ഒന്നും അവകാശം പറഞ്ഞ് ഞാൻ വന്നിട്ടില്ല. പിന്നെ വീണ്ടും എന്തിനു വേണ്ടിയാ എന്നോടിങ്ങനെ? ഇന്ദു, ഞാനൊന്നും അറിഞ്ഞിട്ടല്ല. എനിക്ക് പറയാനുള്ളത് നീ കേൾക്കണം. അന്ന് എല്ലാവരും പറയുന്നത് കേട്ട് അവരെ വിശ്വസിച്ച് ഞാൻ ഈ നാട് വിട്ടു. വീണ്ടും എന്താ സംഭവിച്ചതെന്ന് അന്വേഷിക്കാനോ എൻ്റെ നിഴല് പോലെ നടന്നവരെന്നെ ചതിക്കില്ല എന്ന് വിശ്വസിക്കാനോ എനിക്കന്ന് കഴിഞ്ഞില്ല. അതെൻ്റെ ഭാഗത്തെ തെറ്റാണ്. എന്നോട് ക്ഷമിക്കണം ഇന്ദു. ശരി, ക്ഷമിക്കാം. എല്ലാം നിങ്ങൾ മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഞാൻ നിങ്ങളോട് ക്ഷമിക്കാം. പക്ഷെ അതിനർത്ഥം ഇനിയും ഞങ്ങളുടെ ജീവിതത്തിലേക്ക് വരണമെന്നല്ല. ഇത്രയും കാലം ജീവിച്ചതുപോലെ തന്നെ ഞാനും എൻ്റെ മോളും ജീവിക്കും. ഹിന്ദു, കാശിയേട്ടന് പോകാം. എന്തായി? നീ സംസാരിച്ചോ? സംസാരിച്ചു, പക്ഷെ ഒന്നും ആയില്ല. ഇന്ദു ഓക്കെ അല്ല. എന്താ അപ്പേ, അമ്മ ദേഷ്യത്തിലാണോ? മോള് ചെന്ന് അമ്മയോട് സംസാരിക്ക്. അപ്പൊ അമ്മയുടെ ദേഷ്യമൊക്കെ പോയിക്കോളും. ഓക്കേ അച്ഛാ. ഞാനിത് പ്രതീക്ഷിച്ചതാ. അപ്പൊ ഇനി എന്താ പ്ലാൻ? എന്ത് പ്ലാൻ? പണ്ട് സ്കൂളിൽ പഠിച്ചപ്പോ എങ്ങനെയാണോ അവളെ പുറകെ നടന്ന് വീഴ്ത്തിയത്, അങ്ങനെ തന്നെ വീണ്ടും വളയ്ക്കും. ഓ, അപ്പൊ രണ്ടും കൽപ്പിച്ചാണല്ലേ? ഹായ്, അപ്പ വന്നു. മോളെ അങ്ങനെ വിളിക്കരുത്. ഇതൊക്കെ ആരാ മോളെ പഠിപ്പിച്ചേ? അച്ഛൻ പറഞ്ഞല്ലോ എന്റെ അപ്പയാണെന്ന്. അച്ഛനാ അങ്ങനെ വിളിക്കാൻ പറഞ്ഞത്. എന്തോ? ഞാനിതാ വരുന്നേ. ഞാൻ ഇന്ന് അപ്പയുടെ കൂടെയാ പോകുന്നേ. എങ്കിൽ പോയാലോ നമുക്ക്? പോകാം അപ്പേ. ഹാ കാശി, നീ വന്നോ? ഹാ, നല്ല വിശപ്പ്. ഇന്നെന്താ കഴിക്കാൻ? ഹാ ഇന്ദു, നീ എന്താ നിൽക്കുന്നേ? ഇരിക്കേ, നമുക്ക് ഒരുമിച്ച് കഴിക്കാം. എനിക്കിപ്പോ വേണ്ട ഏട്ടാ, ഞാൻ പിന്നെ കഴിച്ചോളാം. നിന്റെ കഴിപ്പല്ലേ, നേരത്തും കാലത്തും ഒന്നും കഴിക്കില്ല. ഇരിക്ക്, ഞാൻ വിളമ്പാം. വേണ്ടമ്മ, ഞാൻ പിന്നെ ഇരുന്നോളാം. ആ, ഇരിക്ക് പെണ്ണേ.
എന്നും ഇങ്ങനെ കഴിക്കാൻ കിട്ടിയിരുന്നെങ്കിൽ നന്നായിരുന്നു. ആ ആഗ്രഹം അത്ര നല്ലതല്ല. ഓ, വന്നോ? ഇന്ന് കുറച്ചുകൂടി നേരത്തെ ആണല്ലോ. ഞങ്ങൾ ബീച്ചിലൊക്കെ ഒന്ന് പോയി, അതാ വൈകിയത്. ഹാ, മോൾ ഉറങ്ങിയോ? മോളെ, കുഞ്ഞിനെ വാങ്ങാം. വേണ്ട, ഞാൻ കിടത്തിക്കോളാം. വൈകിയപ്പോൾ ടെൻഷനായല്ലേ? മോളുടെ കൂടെ ഇരുന്നപ്പോൾ സമയം പോയത് അറിഞ്ഞില്ല. ടെൻഷനൊന്നും ആയില്ല. നിങ്ങളുടെ കൂടെയല്ലേ മോള് വന്നത്. ഇന്ദു, എന്നോട് ഇപ്പോഴും ദേഷ്യമാണോ? ഇനി ഞാൻ എങ്ങനെ പറഞ്ഞ നിന്നെ ബോധ്യപ്പെടുത്തേണ്ടത്? എനിക്കൊരു ചാൻസ് കൂടി തന്നൂടെ? നിന്നെ മോളെയും വിട്ട് ഞാൻ എവിടേക്കും പോവില്ല. കാശിനാഥൻ ഇത്രയേ ഉള്ളോ? അപ്പൊ പണ്ടെന്റെ പുറകെ നടന്ന് വളച്ചതുപോലെ വളയ്ക്കുമെന്ന് വീരവാദം പറഞ്ഞതോ? അത് ഞാൻ ശബരിയോടൊരു ആവേശത്തിന്. എന്തു? നിങ്ങളോട് മനസ്സിലൊരായിരം വട്ടം ഞാൻ ക്ഷമിച്ചു കാശിയേട്ടാ. രേവതി, മോളെ കൊണ്ടുപോകാൻ വന്നതായിരിക്കുമല്ലേ? കൺമണിയെ കൊണ്ടുപോകാൻ അവളുടെ അപ്പയുണ്ട്. ഞാൻ മോളുടെ ടീച്ചറെ കൊണ്ടുപോകാൻ വന്നതാ. സോറി പറയാനുള്ള അർഹത പോലും എനിക്കില്ല. എന്ത് വിശ്വാസത്തിലാ നീ കാത്തിരുന്നത്? എനിക്ക് നിങ്ങളെ ഇന്നും വിശ്വാസം, അതിലേറെ എൻ്റെ ഇന്ദുവിനെ. സോറി അമ്മു. ശബരിയേട്ടാ, നമുക്ക് എത്ര കുട്ടികൾ വേണം? നിന്റെ ഇഷ്ടം എന്താ? ഞാനതിനെപ്പറ്റി ചിന്തിച്ചിട്ടില്ല. ശബരിയേട്ടൻ്റെ ഇഷ്ടം എന്താണെന്ന് അറിയാൻ വേണ്ടി ചോദിച്ചതാ. അതൊക്കെ ചിന്തിക്കാൻ ഇനിയും നമുക്ക് ഒരുപാട് സമയമുണ്ടല്ലോ. ഇപ്പൊ നമുക്കിങ്ങനെ കുറേ നാൾ സ്നേഹിച്ച് നടന്നാൽ മതി. നമ്മുടെ ലോകത്ത് ഇപ്പൊ നമ്മൾ മാത്രം മതി. ഹാ, എന്താ അത്? എന്ത്?
ദാ ഒരു വണ്ട്. എവിടെ? ദേ ഇവിടെ. ഈ വണ്ടിന് കുറച്ച് കൂടുന്നുണ്ട്. മോൾ എവിടെ ഇന്ദു? അവൾ അമ്മയുടെ കൂടെയുണ്ട്. എന്താ കാശേട്ടാ? ഹേയ്, ഇപ്പോഴെങ്ങാനും വരുമോന്നറിയാൻ വേണ്ടി ചോദിച്ചതാ. ഏയ്, അത് വേണ്ട. കാശേട്ട മാറിക്കിടന്നേ. എന്താ ഇന്ദു, ഒന്ന് സ്നേഹിക്കാനും പാടില്ല എൻ്റെ ഭാര്യയെ? അയ്യോ, ഇങ്ങനെ സ്നേഹിക്കല്ലേ. ഒന്ന് സ്നേഹിച്ചതാ ഇവിടെ കളിച്ച് നടക്കുന്നത്. ഇനിയും സ്നേഹിച്ചാ അത് ഞാൻ താങ്ങില്ല. അന്ന് വലിയ വീരവാദം മുഴക്കിയത് ഞാൻ മറന്നിട്ടില്ല. എൻ്റെ വിവാഹമാണ്, നീ വരണം, ആദ്യ ക്ഷണം നിനക്കാണെന്ന്. നീ അതൊക്കെ ഇപ്പോഴും ഓർക്കുന്നുണ്ടോ? എങ്ങനെ ഓർക്കാതിരിക്കും? മറക്കില്ല ഞാനൊന്നും. എന്തായിരുന്നു അവളുടെ പേര്? ശ്വേത. ഹാ, എന്ത് ചെയ്യാനാ, എനിക്ക് വിധിച്ചത് എൻ്റെ ഇന്ദുവിനെയല്ലേ. ശ്വേതയേക്കാൾ സുന്ദരി എൻ്റെ ഇന്ദുവാ. ആ കണ്ണും ചുണ്ടും മൂക്കും പിന്നെ 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 അയ്യേ, ഒന്ന് പോ കാശേട്ടാ. അപ്പേ, ആ എന്താ എന്താ മോളെ? അല്ലെങ്കിലും അപ്പയ്ക്ക് അമ്മയെ മാത്രം മതി. അമ്മയെ ഇഷ്ടമുള്ളൂ. അങ്ങനെ ആര് പറഞ്ഞു? അപ്പയ്ക്ക് എൻ്റെ മോള് ജീവനല്ലേ. എങ്കിൽ എനിക്കും വേണം ഉമ്മ.